Hello, good evening all. Good evening. Good evening. എന്താണ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. മിറാലെക്സ് അക്കാദമി ഒരുക്കിയിട്ടുള്ള ഇന്നത്തെ ഒരു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഓരോ നിമിഷവും ശ്വസിക്കുന്നുണ്ടല്ലേ? എന്നാൽ ആ ശ്വാസം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. നമുക്കുണ്ടാവുന്ന ടെൻഷൻ, പേടി, ദേഷ്യം, സന്തോഷം, ഇങ്ങനെ ഓരോ ഇമോഷൻ ഉണ്ടാവുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഇന്നത്തെ ഈ ഒരു സെഷനിൽ ശ്വാസവും മനസ്സും തമ്മിലുള്ള അത്ഭുതകരമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ കൗൺസിലറും ട്രെയിനറും മെഡിറ്റേഷൻ പ്രാക്ടീഷണറുമായിട്ടുള്ള ഹൈസം സാറാണ്. സാറിനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. Thank you, Shachila ma'am. Thank you, everyone. Good evening. എൻ്റെ വോയിസ് ഓക്കെ ആണോ? ഓക്കെ. മിറാലെക്സ് അക്കാദമി ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഫ്രീ വെബിനാർ നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരുപാട് വെബിനാറുകളിൽ ഒന്നായിട്ടുള്ള ഈ ഒരു വെബിനാർ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്നത്തെ എടുത്ത വിഷയം എന്ന് പറയുന്നത് മനസ്സ് നമ്മുടെ ശ്വാസവും എത്രമാത്രം ബന്ധമുള്ളവരാണ് എന്നുള്ളത് ഒരു അന്വേഷണമാണ് നമ്മളിവിടെ നടത്തുന്നത്, അല്ലെ? നമ്മൾ ഒരുപാട് അന്വേഷിച്ച് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകളാണ്, ഒരുപാട് പഠിച്ച വ്യക്തികളാണ്, ഒരുപാട് അറിവ് നേടിയ ആളുകളാണ്, അല്ലെ? അപ്പോ നമ്മൾ ഈ ഒരു അന്വേഷണത്തിലേക്ക് പോവേണ്ട ആവശ്യം എന്താണെന്നുള്ളൊരു തിരിച്ചറിവും കൂടെ ആയിരിക്കും നമുക്ക്. നമ്മുടെ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ നമ്മുടെ യൗവനത്തില് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളെ കൂടെ ആ കാലം മുതൽ ഇപ്പൊ വരെ നമ്മുടെ കൂടെയുള്ള നമ്മളൊരു കൂട്ടുകാരനെ ഓർക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അങ്ങനെ ഒരു കൂട്ടുകാരുണ്ടോ? കുട്ടിക്കാലം മുതൽ ഇപ്പോഴും ആ കൂട്ട് വിടാത്ത? ഉണ്ടാവില്ലേ? എന്നാലും ആ കൂട്ടുകാരന് നമുക്ക് ഉണ്ടെങ്കിലും ആ കൂട്ടുകാരൻ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവില്ല, അല്ലെ? നമ്മളെ മനസ്സിലാണ് ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ടാവുക. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ പിറന്നു വീണ സമയം മുതൽ ഇപ്പോ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഈ സമയത്തും നിങ്ങളെ കൂടെ തന്നെ, നിങ്ങൾ ജനിച്ച ആ ഒരു സമയം മുതൽ ഇപ്പോഴും നിങ്ങളെ കൂടെ തന്നെയുള്ള ഒരു കൂട്ടുകാരനുണ്ട്, അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ലാത്ത, നമ്മുടെ ശരീരത്തിൽ എന്നും വന്ന് കയറി ഇറങ്ങി പോകുന്ന, ഒരു ദിവസം 23,000 തവണ നമ്മുടെ ശരീരത്തിലേക്ക് കയറി ഇറങ്ങി പോകുന്ന ആ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആ വ്യക്തിയെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ ആൾ ഉള്ളിൽ വന്നിട്ട് തിരിച്ചു പോകുന്നത് എന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? നമുക്കതൊന്നും ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അല്ലെ? നമ്മുടെ പല അറിവുകൾ നേടാനും പല കാര്യങ്ങൾ മനസ്സിലാക്കാനും പലതും വെട്ടിപ്പിടിക്കാനും ഉള്ള ഓട്ടത്തിലാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് പോയതിന്റെ പിറകെയുള്ള ഓട്ടത്തിലാണ്, അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിറകെയുള്ള ഓട്ടത്തിലാണ്. കഴിഞ്ഞു പോയ ഓർമ്മകളിൽ നമുക്ക് കിട്ടിയ വേദനകളുടെ കൂടെ അവിടെ മാറി നിന്ന് ചിന്തിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മളെ കൂടെ ഉണ്ടായ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, നമ്മുടെ ശ്വാസം എന്ന് പറയുന്ന പ്രാണവായു, അല്ലെ? നമ്മളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അല്ലെ, ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഒരടിസ്ഥാനം നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ശ്വാസത്തിന് നമ്മുടെ മനസ്സുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്
എത്രമാത്രം ആഴത്തിൽ അവ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും. ഇത് രണ്ടും ചേരുന്ന ഒരു പാലമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലുള്ള ആശയങ്ങൾ ശരീരത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലൂടെ പുറത്തേക്ക് നമ്മൾ വിടുന്ന സമയത്ത് ഈ ഒരു പാലം നിർബന്ധമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും ക്യാമറ ഓഫാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു പാലത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തില് ഒരുപാട് ഫങ്ഷൻ നടക്കുന്നുണ്ട് നമ്മളെ ബോധപൂർവം അല്ലാതെ, അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മൾ എടുക്കുന്ന ശ്വാസം വഴി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ബോധത്തോടു കൂടെയല്ല, നമ്മുടെ ബോധത്തോടു കൂടെയല്ല അത് നടക്കുന്നത്, അല്ലേ? ശരീരത്തിന്റെ ഉള്ളിൽ ശ്വാസം എടുത്തിട്ട് ശ്വാസകോശത്തിൽ നിറയുന്നതും അത് നമ്മുടെ മറ്റു ഫങ്ഷനിലേക്ക് അതിന്റെ ഓക്സിജൻ എത്തിക്കുന്നതൊക്കെ നമ്മുടെ ബോധത്തോടു കൂടെയല്ല. അവിടെ ആഹാരം ദഹിപ്പിക്കുന്നത് നമ്മളല്ല, അവിടെ മറ്റു പല ഫങ്ഷൻസുകൾ നടക്കുന്നത്, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്, കിഡ്നി ഫങ്ഷൻ നടക്കുന്നത്, ഇതൊന്നും നമ്മളല്ല നിയന്ത്രിക്കുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമ്മൾ അറിയാതെ ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ. അപ്പൊ ഈ ഒരു ഫങ്ഷൻ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ രണ്ടാമത്തെ തലമായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. സബ് കോൺഷ്യസ് മൈൻഡ്സിന്റെ ശരീര നിയന്ത്രണ തലാണ് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അതിൽ റോളില്ല, അല്ലെ? ഇതേപോലെ തന്നെ ശരീര നിയന്ത്രണ തലത്തിന്റെ ബാഹ്യമായിട്ടുള്ള രൂപമാണ് നമ്മൾ കാണുന്ന പലതും. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആക്ടിവിറ്റീസുകളും അത് ശരീര നിയന്ത്രണ തലത്തിന്റെ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളാണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ബോധപൂർവം ചെയ്യുന്നതും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന അഫർമേഷനിൽ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ പഠിച്ച ആ ഒരു കാലഘട്ടം, ആ പഠിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ബോധ മനസ്സോടുകൂടെ ശ്രദ്ധയോടുകൂടെ ഓരോ കാര്യങ്ങളും പഠിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മള് ചാവി ഇടാനും അതേപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കാനും അതേപോലെ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ബ്രേക്ക് പിടിക്കാനൊക്കെ ശ്രദ്ധയോടുകൂടെയാണ് നമ്മൾ അത് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. പിന്നീട് നമ്മളത് പഠിച്ചു കഴിഞ്ഞു, നമ്മൾ അതിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ശ്രദ്ധ ഇല്ലെങ്കിലും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? പല വളവെത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ബ്രേക്ക് ശ്രദ്ധ ഇല്ലാതെ തന്നെ ചെയ്യും. ഓരോ കാര്യങ്ങളും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു ഡാറ്റ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയാണ് നമ്മുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മനസ്സിന്റെ ആ ഒരു തലത്തിനെ എങ്ങനെ നമ്മുടെ ഈ ഒരു ശ്വാസം എന്ന് പറയുന്ന ഒരു അവസ്ഥ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രമാത്രം മിങ്കിളായിട്ട് അവർ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ഭാഗമാണ്, ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അതില് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് അത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അപ്പൊ അതില് 5 രീതിയിൽ നമ്മൾ എടുക്കുന്ന ഒരു ശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടായിരിക്കില്ല എടുക്കുന്നത്, അല്ലെ? നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. നമ്മൾ അതിലേക്ക് ഇതുവരെ സത്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ ഒരു സാധനം എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ ഇതിങ്ങനെ എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ ഈ ഒരു ശ്വാസം പോകുന്ന 5 മേഖലകൾ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള 5 പ്രവർത്തന മേഖലകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മുടെ പ്രാണവായു എന്ന് പറയും. ശരീരത്തിന്റെ ജീവൻ നിലനിർത്താൻ, എനർജി ആയിട്ടുള്ള നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള
പ്രാണവായു നമ്മൾ എടുക്കുന്ന ഒരു ശ്വാസമാണെങ്കിലും അത് ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ശ്വാസകോശത്തിലേക്കാണ്. അവിടെ ശ്വാസകോശത്ത്, ഹൃദയം, ഈ ഭാഗങ്ങളിൽ അതിനുള്ള എനർജി, ശരീരത്തില് ഓക്സിജൻ എത്താന്, അതേപോലെ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങള്, ഈ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു ഊർജമാണ് ഫസ്റ്റിലത്തെ നമ്മുടെ പ്രാണവായു എന്ന് പറയുന്നത്. ഈ വായുവാണ് നമ്മളെ ശരീരത്തിലേക്ക് ശ്വാസം ആയിട്ട് സ്വീകരിക്കുന്നത്. ആ സ്വീകരിച്ച ശ്വാസത്തിനെ നമ്മുടെ മനസ്സിന്റെ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എനർജിയാണ് നമ്മുടെ മനസ്സിന്റെ തലത്തിലേക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ ശ്വാസം എന്നതിനപ്പുറത്ത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, അല്ലേ, ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ജീവൻ നിലനിർത്താൻ നമ്മൾ ശ്വാസം സ്വീകരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയും ഓരോ നിമിഷവും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, ചെവി കൊണ്ട് നമ്മൾ അത് കേൾക്കുന്നുണ്ട്, ശരീരം കൊണ്ട് നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട്, രുചിച്ച് മണത്ത് ഒക്കെ നമ്മൾ ആ ഒരു ഡാറ്റ കംപ്ലീറ്റ് നമ്മളെ ബ്രെയിനിലേക്ക് സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും കണ്ട ഒരു ഓർമ്മ, അല്ല, നമ്മൾ പഴയ കാലത്തെ എന്തെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ സ്റ്റോറി പറയുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിലേക്ക് നമുക്ക് പെട്ടെന്ന് ആ ഒരു പിക്ചർ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് നമ്മൾ അന്ന് ഡാറ്റ സേവ് ചെയ്ത് വെച്ച ആ ന്യൂറോൺസിൽ നിന്നാണ് അത് എടുക്കുന്നത്. അപ്പൊ അത്രയും പിറകോട്ട് പോയിട്ട് സെക്കൻഡുകൾ കൊണ്ട് അതെടുത്ത് നമ്മൾക്ക് തരാൻ കഴിയുന്ന ഒരു ബ്രെയിനാണ് നമ്മളത്. അതേപോലെ നമ്മൾ കേട്ട കാര്യങ്ങൾ അതൊരു ഇമോഷൻസ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? സന്തോഷാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ വിഷമാണോ, ദുഃഖമാണോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഫീലിങ്സിൽ നമ്മൾ കേട്ട് നമ്മൾ ഉള്ളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫീലിങ്സ് ആയിരിക്കും അതിനുണ്ടാവാം, അല്ലെ? അപ്പൊ ഈ ഇമാജിനേഷനും ഫീലിങ്സും ആണ് നമ്മളെ ബ്രെയിനിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റം ഇത് നമ്മളിപ്പോ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഈ ഉത്സാഹം അല്ലെങ്കിൽ ജാഗ്രത, അതേപോലെ തന്നെ ഏകാഗ്രത, ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു എനർജിയിൽ നിന്നാണ് വരുന്നത്. ഒരു മനുഷ്യന് അവന് ഉണ്ടാവേണ്ട ഒരു എനർജിയാണ് ഇത് മൂന്നും. നമുക്ക് കുറെ പിറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ ഒരു എനർജി ഉള്ള ആളുകളായിരുന്നു കുട്ടിക്കാലത്തൊക്കെ, അല്ലേ? എല്ലാത്തിനും ഭയങ്കര ഉത്സാഹമായിരുന്നു, പിടിച്ചാൽ കിട്ടില്ലായിരുന്നു, അല്ലെ? നമ്മളൊന്നും ഒരു സ്ഥലത്ത് നിൽക്കില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുള്ളതിന് നമുക്ക് നല്ല ജാഗ്രത ഉണ്ടാവും, അല്ലേ? ഇതൊക്കെ നമുക്കുണ്ടായി. നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ നമ്മൾ അത്രയും ഏകാഗ്രമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. ഇപ്പൊ കുട്ടികൾ ഗെയിം കളിക്കുന്നില്ലേ, അവര് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു ഏകാഗ്രതയിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, അവരത്രയും ഫോക്കസ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിലേക്ക് അവർ അത്രയും ഫോക്കസ്ഡ് ആണ്. അതാണ് അവരെ ഏകാഗ്രതയാണ് അത്. ആ ഒരു കഴിവ്, അതിനാണ് നമ്മൾ തല്ലിയിട്ടും ചീത്ത പറഞ്ഞിട്ടൊക്കെ നമ്മൾ അതിൽ നിന്ന് പിടിച്ചു വലിച്ചൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പൊ അത്രയും പവർഫുൾ ആണ് അവരെ മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികൾ ഇന്ന് എന്തുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ എവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? അന്നത്തെ ആ ഒരു ഉത്സാഹവും ആ ഒരു ശുഷ്കാന്തി ഇപ്പം നമുക്ക് എവിടെ പോയി? ശരീരത്തിന് പ്രായമായിട്ടാണോ അതോ നമ്മുടെ മനസ്സിന് പ്രായം ബാധിച്ചിട്ടാണോ? എന്തുകൊണ്ടാണ് നമുക്കത് ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പഴയ എനർജി നമ്മുടെ മുൻപിൽ അതിന് എല്ലാ സിറ്റുവേഷൻസ് ഉണ്ടായാലും നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു മനസ്സിന്റെ ഒരു തടസ്സം, അല്ലെ? അപ്പോ ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ ഈ ഒരു പ്രാണവായു എന്ന് പറയുന്ന എടുക്കുന്ന ബ്രീത്ത് വരെ നമുക്ക് ചേഞ്ച് ആവും.
നമുക്കൊരു ഇമോഷൻ, വളരെ സങ്കടമായിട്ടുള്ള ഒരു ഇമോഷൻസ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ശ്വാസത്തിന്റെ ഗതി മാറിയിട്ടുണ്ടാവും, അല്ലേ? നമുക്ക് പേടി ഉണ്ടാവുന്ന സമയത്ത്, നമുക്ക് വളരെ ടെൻഷൻ ആവുന്ന സമയത്ത്, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമ്പൊക്കെ നമുക്ക് നമ്മുടെ ശ്വാസത്തിന്റെ ഗതി മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമമുള്ള ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ സമയമായിട്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ശ്വാസത്തിന്റെ ഗതി മാറിയിട്ട് നമ്മുടെ ശരീരം പതിയെ 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 തളർന്നു പോകാൻ തുടങ്ങും. നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പെയിൻ വരാൻ തുടങ്ങും. ഷോൾഡറിന്റെ അടുത്തുനിന്ന് പെയിൻ വരാൻ തുടങ്ങും, അല്ലേ? നമ്മളെ കൈയും കാലൊക്കെ തളർന്ന പോലെ ആവും. കിടന്ന സ്ഥലത്തുനിന്നോ അല്ലെ ഇരുന്നിടത്തുനിന്നോ എഴുന്നേറ്റ് പോവാൻ പോലും ആവാതെ ആ ഒരു ടെൻഷനെ കുറിച്ച്, ആ ഒരു ഇമാജിനേഷൻ വെച്ച് നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ ശ്വാസത്തിന്റെ ഗതി അവിടെ മാറുന്നുണ്ട്. കുറെ സമയം നമ്മൾ ചിന്തിച്ചിട്ട് എന്ന് പറഞ്ഞ ഒരു ദീർഘശ്വാസം എടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോരുത്തരും നമ്മുടെ ലൈഫിലേക്ക്, അല്ലെ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ അതിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ ഒന്നും നമുക്ക് സമയമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പോ നമ്മളെ മനസ്സിന്റെ വിഷമം, അല്ലെ മനസ്സ് നമ്മളെ ബ്രീത്തിനെ ചേഞ്ച് ആക്കുന്നുണ്ട്, അല്ലെ? അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷനിലും നമ്മളെ ശ്വാസത്തിനെ നമ്മളെ മനസ്സിലെ ചിന്തകൾ കൊണ്ട്, അല്ലെ ഇമോഷൻസ് കൊണ്ട് ചേഞ്ച് ആക്കാൻ പറ്റുമെങ്കിൽ ഇതേ ശ്വാസത്തിന് തന്നെ ആ ഒരു ഇമോഷനെയും ചേഞ്ച് ആക്കാൻ പറ്റില്ലേ? ശ്വാസം ബാലൻസ് ആക്കി കഴിഞ്ഞാൽ ഈ ഇമോഷൻസും ബാലൻസ് ആയി വരും എന്നുള്ളതാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് രണ്ടാമത്തെ വായു ആയിട്ടുള്ള സമാന വായു, അതാണ് നമ്മുടെ ശരീരത്തിന്റെ വയറിന്റെ അടിഭാഗത്ത്, നാഭിഭാഗത്തുള്ള ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിനെയും ദഹിപ്പിക്കുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ. നമ്മൾ കഴിക്കുന്ന ഏത് ഫുഡായാലും, നമ്മൾ മന്തി കഴിച്ചാലും ചോറ് കഴിച്ചാലും ഇതിനൊക്കെ കൃത്യമായിട്ട് ദഹിപ്പിക്കണം. ദഹനരസം ചേർത്ത് ദഹിപ്പിച്ച് അതിനെ കൃത്യമായിട്ട് അതിൽ നിന്ന് പല പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ഒബ്സർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒബ്സർവ് ചെയ്തെടുത്തിട്ട് അത് ബ്ലഡിലേക്ക് മിക്സ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നതാണ് ഈ സമാന വായു എന്ന് പറയുന്നത്. അതിനെ ഊർജാക്കി മാറ്റുകയാണ്. അവിടെ അത്രയും വലിയൊരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് നമ്മളെ വയറിൽ. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളൂ. അവിടെ വലിയൊരു ഫാക്ടറി വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ അതിനെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് ഓരോ മിനറൽസും പ്രോട്ടീൻസും കൃത്യമായി ഒബ്സർവ് ചെയ്തെടുക്കുന്നതാണ്. ആ പ്രവർത്തനം നടക്കാനുള്ള ഊർജം ആ ഒരു വായുവിലൂടെയാണ് കിട്ടുന്നത്. ഇതിനൊക്കെ ഊർജം നിർബന്ധമാണ്, അല്ലെ? അപ്പോ ഈ ഒരു എനർജി ഊർജമാക്കി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു സമാന വായുവാണ്. അതേപോലെ തന്നെ അടുത്തത് വരുന്നത് നമ്മളെ നാഭിയുടെയും അടിഭാഗത്തുള്ള ഏരിയയിലേക്ക് നമ്മുടെ ഓക്സിജൻ എത്തുമ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനം, ആ ഒരു വായുവിനെയാണ് പറയുന്നത് അപാനവായു എന്ന് പറയും. അപാനവായു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഭിക്ക് താഴെയുള്ള ഏരിയ, പെൽവിക്സ് ഏരിയയില്, അവിടെ നമുക്ക് കുടലിലേക്ക് അല്ലെങ്കിൽ മൂത്രാശയം, നമ്മളെ മലാശയം പോലുള്ള പ്രത്യുൽപാദന അവയവങ്ങളിലേക്കൊക്കെയുള്ള എനർജി സപ്ലൈ ചെയ്യുന്നത് ആ ഒരു വായുവാണ്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ ബ്ലഡ് ആക്കി മാറ്റി ആ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന കിഡ്നി ഫങ്ഷൻസ് നടക്കുന്നത് ആ ഒരു വായുവിലൂടെയാണ്. നമ്മുടെ ശരീരത്തിലെ വൻകുടലിൽ നിന്ന് നമ്മുടെ വേസ്റ്റുകൾ വലിച്ച് സക്ക് ചെയ്തെടുക്കുന്നതും അതിനെ പുറന്തള്ളുന്ന ആ ഒരു പ്രഷർ കൊടുക്കുന്നതും ഈ ഒരു വായുവാണ്, അപാനവായു. അതേപോലെ തന്നെ നമ്മളെ സെക്ഷൽ ഓർഗൻസ് വർക്ക് ചെയ്യുന്നത്, നമ്മളെ ആർത്തവം, അതേപോലുള്ള കാര്യങ്ങളൊക്കെ പുറന്തള്ളുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ അപാനവായു എന്ന് പറയുന്ന ഈ ഒരു വായുയുടെ മണ്ഡലാണ് ഈ ഒരു ഫങ്ഷൻസുകൾ നടക്കുന്നത്. അതേപോലെ തന്നെ അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഉദാനവായു. ഒരു ശ്വാസം നമ്മൾ എടുക്കുമ്പോൾ ഇത് പല ഭാഗങ്ങളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്.
അല്ലാതെ നമ്മൾ ഒരു ശ്വാസം അപാനവായു, രണ്ടാമത്തെ അങ്ങനെയല്ല കേട്ടോ. ഒരൊറ്റ ശ്വാസത്തിൽ നിന്ന് അതിനെ കണക്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുപോകുന്ന ഏരിയകളാണ്. ഒരു പൈപ്പ് ലൈൻ വഴി, ഒരു മെയിൻ പൈപ്പിൽ നിന്ന് മറ്റു പല പൈപ്പിലേക്ക് ഇങ്ങനെ കണക്ഷൻ കൊടുത്ത പോലെ ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എനർജി പോകുന്ന സിസ്റ്റമാണിത്. അപ്പൊ നാലാമത്തത് ഉദാനവായു എന്നാണ് പറയാം. ഉദാനവായു ആണ് നമ്മുടെ കഴുത്തിന്റെ ഈ ഒരു സ്ഥാനം. നമ്മുടെ സംസാരം, നമ്മൾ സംസാരിക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു എയർ അല്ലെ, നമ്മൾ ഓരോ വാക്കുകള്, നമ്മുടെ മനസ്സിൽ ചിന്തിച്ച വാക്കുകൾ നമ്മളെ തൊണ്ടയിലൂടെ, നാവിലൂടെ പുറത്തേക്ക് വരണമെങ്കിൽ അതിന്റെ പിറകിൽ ഒരു ശ്വാസം വേണം. ആ ഒരു ശ്വാസം അത് നമ്മുടെ തല, കഴുത്തിന്റെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ, നമ്മുടെ സംസാരം, നമ്മുടെ ശബ്ദം, നമ്മുടെ ഓർമ്മകള്, ചിന്തയുടെ പ്രകടനം, ഇതൊക്കെ കാഴ്ചവെക്കുന്നത് അതാണ്. നമ്മുടെ ഉള്ളിൽ ബ്രെയിനിൽ വരുന്ന ചിന്തകളെ അല്ലെങ്കിൽ നമ്മളെ ആശയത്തിനെ വാക്കുകളായിട്ട് പുറത്തേക്ക് വിടുന്നത് ഈ ഒരു വായുവിന്റെ പ്രവർത്തനമാണ്. നമ്മൾ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ആശയം പ്രകടിപ്പിക്കാൻ കഴിയുക, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങള് നമുക്ക് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയുക, ഈ ഒരു ശ്വാസം എന്നുള്ളതിന്റെ കൂടെ ഒരു ഇമോഷൻസും കൂടെ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഒരു ശ്വാസം എന്നതും ഇമോഷൻസും ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. അല്ലേ? ശ്വാസം മാത്രം വന്നാല് നമുക്ക് വാക്കുകളാവില്ല. അവിടെ നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ ചിന്തയിലൂടെ കടന്നു വരുന്ന ആ ഒരു അക്ഷരം പുറത്തേക്ക് വരുമ്പോഴാണ് അത് വാക്കായിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു വായു നമ്മള് ഇപ്പൊ പറഞ്ഞ ഉദാന വായുവിനെ കുറിച്ചല്ല. അതെ, അപ്പൊ ഈ ഒരു വായുവിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ് നടക്കുന്നത്. അഞ്ചാമതായിട്ടുള്ളതാണ് വ്യാനവായു എന്ന് പറയുന്നത്. വ്യാനവായു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കുള്ള കംപ്ലീറ്റ് സപ്ലൈ കൊടുക്കുന്നത് അവരാണ്. നമ്മുടെ ശരീരത്തില് 10 കോടി മീറ്റർ നീളമുണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾക്ക്. ഒരു മനുഷ്യ ശരീരത്തില് ഏകദേശം 10 കോടി മീറ്റർ നീളം. അത്രയും വലുപ്പമുള്ള നാഡീ നരമ്പുകൾ, നമ്മളെ ഞരമ്പുകൾ കൂട്ടിക്കെട്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയും നീളത്തിലുള്ള ബ്ലഡ് വെസൽസുകൾ നമ്മളെ ബോഡിയിലുണ്ട്. ഭൂമിനെ 2 തവണയിൽ കൂടുതൽ ചുറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ശരീരത്തിൽ എവിടെ കുത്തി കഴിഞ്ഞാലും നമുക്ക് ബ്ലഡ് വരുന്നത് കാണാൻ പറ്റും അല്ലെ? ബ്ലഡ് എവിടെ ഉണ്ടാവുക? രക്തക്കുഴലിലൂടെ അല്ലേ ബ്ലഡ് സഞ്ചരിക്കുന്നത്. അപ്പൊ എവിടെ നമ്മൾ കുത്തിയാൽ നമുക്ക് ബ്ലഡ് വരുന്നത്? അത്രയും ബ്ലഡ് വെസൽസ് നമ്മളെ ബോഡിയിലുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ശൃംഖലയിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നത് വെറും 5 അല്ലെങ്കിൽ 6 ലിറ്റർ ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ ഈ 6 ലിറ്റർ ബ്ലഡ് ആണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ബ്ലഡ് വെസൽസിലൂടെ ഒക്കെ പാസ് ചെയ്ത് കടന്നു പോകുന്നത്. അപ്പോ ഇതിനെ കടത്തിവിടാനും ഇതിനെ മുന്നോട്ട് പമ്പ് ചെയ്യാനും പ്രഷർ കൊടുക്കുന്നതാണ് നമ്മുടെ വ്യാനവായു എന്ന് പറയുന്ന ആ ഒരു എയർ. അപ്പൊ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എത്രമാത്രം എഞ്ചിനീയറിംഗ് വർക്ക് ഉള്ള ഒരു ബോഡിയാണ് നമ്മുടേതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം അല്ലേ? അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. വിത്തിൻ സെക്കൻഡ്സിലൊക്കെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തില് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിനൊക്കെ നമ്മുടെ ശ്വാസം എന്ന് പറയുന്ന ആ ഒരു ഓക്സിജൻ, അതാണ് ഇതിനൊക്കെ എത്തിക്കുന്ന മേഖലകൾ. ബ്ലഡ് മാത്രമായിട്ട് പോവല്ല, അതിനൊരു പ്രഷർ, അതിന് കൊടുക്കുന്ന ആ ഒരു പ്രഷർ, അതിന് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ള എനർജി ആയിട്ടുള്ള പ്രഷർ, ഇതൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ഓക്സിജൻ ആണ്.
ആ ഒരു ഓക്സിജൻ നമ്മൾ കൃത്യമായിട്ട് ബോധപൂർവം നമ്മൾ എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ? നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എനർജി നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി ഇപ്പൊ നമ്മൾ ശരീരത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ? ശരീരത്തിൽ എത്രമാത്രം നമ്മളെ ശ്വസനത്തിന്, നമ്മളെ ഈ ഒരു ശ്വസനം എത്രമാത്രം എല്ലാ ഭാഗങ്ങളിലും എങ്ങനെയാണ് ഇടപഴകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ശ്വാസം എടുക്കുന്നതിലൂടെ നമ്മളെ ബോഡിയിലേക്ക് കിട്ടുന്ന എനർജി സിസ്റ്റമാണ്. അപ്പോ ഇതേപോലെ നമ്മുടെ മനസ്സിന്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാല്, നമുക്ക് മനസ്സിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ശരീരത്തിന്റെ പുറമെ ഉള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെ? ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ മുഴുവനും അവിടെ സേവ് ആണ്. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസം പോലെ തന്നെ നമ്മൾ ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഓരോ കാര്യവും അവിടെ സേവ്ഡ് ആണ്. നമുക്കൊരു കാര്യം ഇഷ്ടമല്ല എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങളൊരു ഒരാളെ കാണുമോ, അല്ലെങ്കിൽ ഒരു വസ്തു കാണുകയാണ്, ആ വസ്തു കണ്ടിട്ട് അയ്യോ അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് അത് സ്വീകരിച്ചതിന് ശേഷമാണ്. നമ്മളെ കണ്ണുകൊണ്ട് നമ്മളത് കണ്ടു, നമ്മളെ കണ്ണത് സ്വീകരിച്ച് നമ്മളെ ബ്രെയിനിലേക്ക് ആ ഒരു പിക്ചർ കൊടുത്തിട്ട് ആ പിക്ചർ നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലേക്ക് പോവാണ്. ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഇമോഷണൽ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു പിക്ചറുമായിട്ട് മുൻകാലത്തുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ആ വ്യക്തി നമുക്ക് തന്ന എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടാവും, അല്ലെ ആ വ്യക്തി പറഞ്ഞ വാക്കുകൾ ഉണ്ടാവും, അല്ലെ അയാൾ ചെയ്ത പ്രവൃത്തികൾ ഉണ്ടാവും. ആ ഒരു പിക്ചർ ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ നമ്മൾ മുൻപേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കണക്ഷനാണ് എനിക്കത് വേണ്ട, അല്ലെങ്കിൽ അയാളെ ഞാൻ നോക്കില്ല, അല്ലെ അങ്ങോട്ട് ഞാൻ പോവില്ല എന്നുള്ള തീരുമാനം എടുപ്പിക്കുന്നത് ആ പഴയ മെമ്മറിയാണ്, പഴയ ആ വ്യക്തി തന്ന മെമ്മറീസ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രതികരിച്ചാൽ. ഓക്കെ. അപ്പൊ ഈ മെമ്മറീസ്, താങ്ക് യു. അപ്പൊ ഈ മെമ്മറീസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരുപാട് മെമ്മറീസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ഇത്രയും കാലത്തിനിടയിൽ ഒരുപാട് മെമ്മറീസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ന്യൂറോൺസിൽ ഇഷ്ടം പോലെ മെമ്മറീസ് ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് അറിവുകളുണ്ട്. ഒരുപാട് അറിവുകളുണ്ട് അല്ലെ? ഇത്രയും പ്രായത്തിനിടയിൽ നമുക്ക് കിട്ടിയ ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകളൊക്കെ നമ്മൾ അറിവുകൾ മാത്രമായിട്ടാണോ വെച്ചത്, അല്ലെങ്കിൽ ആ അറിവുകളൊക്കെ നമ്മൾ അനുഭവമാക്കിയിട്ടുണ്ടായിരുന്നോ? അതേപോലെ നമ്മൾക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ, ഒരുപാട് അനുഭവങ്ങളുണ്ട് പല വ്യക്തികളിൽ നിന്ന്, പല സാഹചര്യത്തിൽ നിന്ന് അല്ലെ? പല രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അനുഭവങ്ങളെയൊക്കെ നമ്മൾ അറിവാക്കി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മൾ ഇത് രണ്ടും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം അല്ലെ? ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ മറ്റൊരാൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പോവാറുണ്ട് അല്ലെ? നീ അങ്ങനെ ചെയ്ത് നോക്ക്, അതായിരിക്കും ശരിയാവാ അല്ലെ? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും അല്ലെ? നന്നായിട്ട് അവരെ പഠിപ്പിക്കും. നമ്മള് അത് പഠിച്ചതൊന്നും നമ്മൾ അനുഭവിച്ചിട്ടുമില്ല, നമ്മൾ അനുഭവിച്ചത് നമ്മൾ പഠിച്ചിട്ടും ഇല്ലാതെ നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്കിതൊന്നും ചെയ്യാൻ കഴിയാതെ പോയത് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ആ തിരിച്ചറിവ് എവിടെ വെച്ചതാ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകളെ, നമ്മളെ വികാരങ്ങളെ
ഇമോഷൻസിലൂടെ കടത്തിക്കൊണ്ട് പോവാണ് ചെയ്യുന്നത്. ബോധം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് കിട്ടിയ കഴിഞ്ഞു പോയ അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഓർമ്മകളിലൂടെയാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും മുമ്പിലുള്ളത്. അതിലൂടെ കടന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ലൈഫിലും നമ്മൾ ഉള്ളത്. ആ ഒരു കണക്ഷൻ ഇപ്പോഴും കട്ടായിട്ടില്ല. ആ ഫീലിങ്സ് ആണ്. അപ്പൊ അവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം നമ്മൾ എവിടെയാണ് നമ്മളെ മനസ്സുള്ളത് എന്നുള്ളതാണ്. ആ മനസ്സിനെ ഈ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയാതെ പോകുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ പരാജയം എന്ന് പറയുന്നത്. കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു കാലഘട്ടത്തില് നമുക്കുണ്ടായ അനുഭവങ്ങൾ ഉണ്ടാവും. മനുഷ്യന് അനുഭവങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലേ? ആ അനുഭവത്തിലൂടെ ജീവിച്ചു വന്നവരാണ് എല്ലാവരും. ഒരാളും അനുഭവമില്ലാതെ ജീവിച്ചു വന്നിട്ടില്ല ഭൂമിയിൽ. അനുഭവിച്ചാണ് വരുന്നത്. ആ അനുഭവത്തിന് അറിവാക്കി മാറ്റുക ചെയ്യുന്നത്. അനുഭവത്തിനെ അറിവാക്കിയിട്ടാണ്, അതിലൂടെ മറികടന്നിട്ടാണ് അടുത്തതിലേക്ക് എത്തുന്നത്. അപ്പോൾ അറിവാക്കി മാറ്റാൻ നമ്മൾ എവിടെയോ മറന്നുപോയ കുറെ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അത് നമുക്ക് പറ്റാതെ പോയത് നമുക്ക് കിട്ടിയ ആ ഒരു ഇമോഷൻസിന്റെ പിക്ചർ അല്ലെങ്കിൽ അതിന്റെ ഫീലിങ്സ്, അതിൽ മാത്രമാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് എത്രയോ വർഷം നമ്മൾ ഇപ്പുറം വന്നിട്ടും ആ ഒരു സാഹചര്യം മാറിയിട്ട് നമ്മൾ ഇപ്പുറം വേറൊരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും മനസ്സിനെ കൊണ്ട് നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പിക്ചർ നമ്മൾ മാറ്റിയിട്ടില്ല. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ആ സത്യം തിരിച്ചറിയണമെങ്കിൽ ബോധം എന്ന് പറയുന്ന, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നിനക്ക് ബോധമല്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഈ ബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതും ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടത് എന്നുള്ളതൊക്കെ തിരിച്ചറിവ് കിട്ടും നമുക്ക്. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ബോധം ആവശ്യമാണ്, അല്ലെ? അപ്പൊ ആ ബോധം ഉണ്ടാക്കുന്ന നമുക്ക് ആ ഒരു ബോധം ഉണ്ടാക്കി തരുന്നത്, അതിനെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമാണ് നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് മറ്റ് പല ചിന്തകളിലേക്കും നമ്മളെ മനസ്സ് കാട് കയറി പോകുന്ന സമയത്ത് നമ്മൾ ആ എടുക്കുന്ന ശ്വാസത്തിലേക്ക് ആ ഒരു എനർജിന്റെ ആ ഒരു താളം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല്, കൃത്യമായിട്ട് ഓക്സിജൻ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത്, നമ്മളെ ബ്രെയിനിലേക്ക് കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ എത്തുന്ന സമയത്ത് നമ്മൾക്ക് ഈ പറഞ്ഞ ഇമോഷൻസിനെ ഓവർകം ചെയ്തിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാനുള്ളൊരു എനർജി നമ്മളെ ബ്രെയിനിലേക്ക് കിട്ടുമെന്നുള്ളതാണ്. നമ്മളെ വീട്ടില് നമ്മളൊക്കെ പവർ സപ്ലൈ ഇല്ലേ, അപ്പൊ അത് നല്ല വോൾട്ടേജോട് കൂടെയുള്ള പവർ ആണെങ്കിൽ 240 വോട്ടിൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നല്ല പ്രകാശത്തോടു കൂടി ആ വീടിന്റെ ഓരോ മുറികളും നമുക്ക് കാണാൻ കഴിയും, അല്ലേ? നേരെ മറിച്ച് പവർ കട്ട് ഉള്ള ആ ഒരു കാലഘട്ടത്തിലൊക്കെ വോൾട്ടേജ് കുറഞ്ഞ രീതിയിലായിരിക്കും വരിക. ഓരോ ലൈറ്റും മങ്ങിയ പ്രകാശത്തിലായിരിക്കും ഉണ്ടാവുക. ഒരു മുറിയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ തന്നെ പറ്റില്ല, വ്യക്തത ഉണ്ടാവില്ല, അല്ലെ? ഇതേപോലെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഓക്സിജന്റെ സപ്ലൈ, ആ ഒരു ശ്വാസം എന്ന് പറയുന്നത്, ഈ ശ്വാസമാണ് ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ശരീരത്തിന്റെ ഫങ്ഷനിലൂടെയും അതേപോലെ തന്നെ മനസ്സിന്റെ ഫങ്ഷനിലൂടെയും ഇതിനൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു ശ്വാസമാണ്. ഈ ഫങ്ഷൻസുകളൊക്കെ നടക്കണമെങ്കിൽ ഈ ഒരു ശ്വാസം, അത് നമ്മുടെ ശരീരത്തിന്റെ പുറത്തുള്ള എനർജിയാണ്. അപ്പോ
ഈ ഒരു എനർജിയെ തിരിച്ചറിയാം, അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം അതാണ്. നമ്മുടെ ശ്വാസം നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുമ്പം നമ്മുടെ മനസ്സിനൊരു ബാലൻസിങ് വരും, നമ്മുടെ ചിന്തകൾക്കൊരു ബാലൻസിങ് ഉണ്ടാവും. ഒരു തടാകത്തില്, നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു തടാകത്തില് ശക്തമായിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല തിരകളൊക്കെ ഉണ്ടാവും അല്ലെ? അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ തടാകത്തിന്റെ അടിഭാഗം കാണാൻ കഴിയില്ല. അവിടെ ഒരു ശാന്തത ഉണ്ടാവില്ല. നേരെ മറിച്ച് കാറ്റ് ശാന്തമായിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ തടാകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തടാകത്തിന്റെ അടിത്തട്ട് വരെ നമുക്ക് കാണാൻ കഴിയും അല്ലെ? അത്രയും ക്ലാരിറ്റിയോട് കൂടെ കാണാൻ കഴിയും. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന ഈ ഒരു ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പല ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും. നമ്മളെ ചിന്തകൾ ഒരു വഴിക്ക് കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മളെ മനസ്സ് ഇങ്ങനെ ആ ഓരോരോ ഇമോഷൻസിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വിത്തിൻ സെക്കൻഡ്സിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ആവും നമ്മുടെ മനസ്സ്. ഫീലിങ്സിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ ബ്രെയിൻ കൺഫ്യൂഷൻ ആവും നമുക്ക് അല്ലെ? അപ്പൊ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇമോഷൻസുകള് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ആ ഒരു ഫീലിങ്ങിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും. ചിന്തിച്ചിട്ട് മാത്രം മാറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ആ ഒരു ചിന്തയെ ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ വരുന്ന അമിതമായിട്ടുള്ള ചിന്ത എന്തിനു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ, ചിന്തനെ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയില്ല. ചിന്ത എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു എനർജിയാണ് ഭൂമിയിൽ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു എനർജിയാണ് ചിന്ത എന്ന് പറയുന്നത്. ആ ചിന്ത എന്ന് പറയുന്ന സൂക്ഷ്മമായുള്ള എനർജി നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അല്ലെ നമ്മുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്ന ആ ഒരു തരംഗം കടന്നു പോകുന്ന സമയത്ത് ആ തരംഗം ഉണ്ടാക്കുന്ന ഫീലിങ്സുകളാണ് നമ്മളുടെ പല ഇമോഷൻസുകളും. അതിനെ നമ്മള് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കഴിഞ്ഞുപോയ ഓർമ്മകളില്, നമ്മുടെ കഴിഞ്ഞുപോയ ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മൃതിതലം എന്ന് പറയും അല്ലെ? നമ്മുടെ മെമ്മറി, അവിടെ നമ്മൾ എങ്ങനെയാണോ ആ ഒരു കാര്യത്തിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു വ്യക്തിയെ, അല്ല ആ ഒരു സാഹചര്യത്തിനെ നമ്മൾ ഏത് ഇമോഷൻസിന്റെ പിക്ചറിലാണോ നമ്മൾ ഉള്ളിൽ സേവ് ചെയ്ത് വെച്ചത്, ആ ഇമോഷൻസ് ആണ് നമുക്ക് പിന്നീട് ഏത് സമയത്താണെങ്കിലും ആ ഒരു കാര്യം കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കാം, നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര ഇമോഷൻസിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 5 സന്തോഷമുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ പറ്റുമോ? ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള 5 കാര്യങ്ങൾ. കുറച്ച് ആലോചിക്കണം അല്ലെ? സന്തോഷമുള്ളതെന്ന് പറയുമ്പോ അല്ലെ, അങ്ങനെ ആലോചിച്ച് കൊണ്ടുവരണല്ലോ. നമുക്ക് എവിടെങ്കിലും പോയിട്ട് സങ്കടമുള്ള ഒരു 10 എണ്ണം പറയാൻ പറഞ്ഞാല് പെട്ടെന്ന് കിട്ടുമോ? കിട്ടൂല. 10ഓ 20ഓ വേണമെങ്കിൽ തരാവാ, ഇഷ്ടം പോലെ ഉണ്ട് കയ്യിൽ അല്ലെ? അപ്പോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞു പോയ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച ഏരിയ സങ്കടത്തിന്റെ ലിസ്റ്റിലാണ് അല്ലെ? കഴിഞ്ഞു വന്ന അനുഭവങ്ങൾ, നമുക്ക് സന്തോഷം ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റൂല. നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെ നമ്മൾ അത്ര അങ്ങോട്ട് ആസ്വദിച്ചിട്ടില്ല. അതും വരെ സങ്കടത്തിൽ കൂടെ ആയിരിക്കും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടാവുക. നമ്മൾ പല സിറ്റുവേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ജീവിതത്തിലെ ഓരോ ദിവസം കടന്നു പോകുന്ന പല നിമിഷങ്ങളും ഉണ്ടാവും. ചിലപ്പോ സന്തോഷം, നമ്മളൊരു ട്രിപ്പ് പോയതായിരിക്കും ചിലപ്പോ അല്ലെ? ഒരു കോഴിക്കോട് ബീച്ചിൽ നമ്മൾ പോയി വന്നതാണെങ്കിലും അത് സന്തോഷമുള്ള ഒരു ഓർമ്മയായിട്ട് നമ്മളെ മനസ്സിൽ നിൽക്കാത്തതിന്റെ കാരണം അവിടേക്ക് യാത്ര ചെയ്ത് പോകുന്ന സമയത്തും അതിലൂടെ നടക്കുന്ന സമയത്തും അവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീം വാങ്ങി കഴിക്കുന്ന സമയത്തും ആ കടൽ തീരത്തൂടെ അങ്ങനെ നമ്മൾ ആ മണലിൽ ചവിട്ടിയിട്ട് ആ ബീച്ചിന്റെ
തിരയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെ കയ്യിലൂടെ വെള്ളമൊക്കെ എടുത്ത സമയത്തൊക്കെ നമ്മുടെ മനസ്സിലെ ചിന്ത ചിലപ്പം പൂർണ്ണമായിട്ടും അവിടെ ഉണ്ടാവില്ല. മനസ്സ് അവിടെ ഉണ്ടാവില്ല. രാത്രി വന്നിട്ട് എന്താ ഫുഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കണോ, അതല്ലെങ്കിൽ നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്, ഇവിടുന്ന് ലേറ്റ് ആവോ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. വണ്ടി പാർക്ക് ചെയ്ത് വേറെ ആരും നിർത്തിയിട്ടിട്ടുണ്ടാവോ. ഇങ്ങനെ മനസ്സിന്റെ ചിന്തകൾ മറ്റ് തലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയാതെ പോകും. അല്ലെ? നമ്മൾ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അത്രയും രുചികരമായ ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ട് അത് കഴിക്കുമ്പോൾ പോലും നമ്മൾ അതിലേക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല മനസ്സ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അത് ആസ്വദിച്ച ലിസ്റ്റിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റൂല ബ്രെയിനിൽ. സന്തോഷം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ആസ്വദിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുക. നമ്മൾ കിട്ടാത്തതും അല്ലെങ്കിൽ നമുക്ക് നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതിന്റെയും കണക്കുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ബ്രെയിനിൽ നമ്മളൊരു കാര്യം നമ്മൾ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലൂടെ ആയിരിക്കും ആ ചിന്ത കടന്നു പോവുക. ഈ ഒരു ഇമോഷൻസ് ആയിരിക്കും കണക്ട് ചെയ്യുക പെട്ടെന്ന്. കാരണം ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഇമോഷൻസ് വളരെ കുറവായിരിക്കും നമ്മുടെ ബ്രെയിനിൽ. നമ്മൾ കൊടുക്കുന്നതാണ്, ഓരോ ഇമോഷൻസും നമ്മൾ കൊടുക്കുന്നതാണ്. ഒരേ സിറ്റുവേഷനിൽ രണ്ടുപേര് യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് സങ്കടവും ഒരാൾക്ക് അതിൽ സന്തോഷമാണെങ്കിൽ അവിടെ ആ ഒരു വ്യക്തി കൊടുക്കുന്നതാണ് സങ്കടം വേണോ സന്തോഷം വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വരുന്നത് നമ്മൾ ഈ ഒരു ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല, അല്ല? നമ്മൾ ഒരു ഇമോഷൻസ് വരുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ കൂടെ യാത്ര ചെയ്യാണ്. ആ ഇമോഷൻസ് അല്ല ഞാൻ എന്നുള്ള തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോവാണ് പലപ്പോഴും. അത് നഷ്ടപ്പെടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള ബോധം നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾ ആ ഒരു ബോധം, അവയർനെസ് എന്ന് പറയുന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു ഇമോഷൻസിന്റെ കൂടെ യാത്ര ചെയ്യുന്നത്. നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ പതിയെ പതിയെ നമ്മുടെ ശ്വാസം അതിനനുസരിച്ച് ഗതി മാറാൻ തുടങ്ങും. ആ ഇമോഷൻസിന്റെ ഫീലിങ്സ് നമ്മുടെ ബോഡിയിലേക്ക് വരാൻ തുടങ്ങും. അവിടെ നമ്മുടെ ശ്വാസത്തിന്റെ ഗതി മാറും. എന്ത് ഫീലിങ്സ് ആണോ, ഭയമാണോ അല്ലെ സങ്കടമാണോ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു ബ്രീത്തിങ്ങിന്റെ സ്റ്റൈല് മാറാൻ തുടങ്ങും. ശ്വാസം പതിയെ പതിയെ അല്ലെങ്കിൽ ദീർഘമായിട്ട് എടുക്കും, പെട്ടെന്ന് എടുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ എടുക്കാൻ മറന്നു പോകും ചിലപ്പോൾ. അങ്ങനെ ആ ഒരു ശ്വാസത്തിന്റെ ഗതി മാറുമ്പോൾ അവിടെ നമ്മുടെ ബോഡിയിലേക്ക് അത് എഫക്ട് ചെയ്യാൻ തുടങ്ങും. ബോഡിയിലേക്കുള്ള പവർ സപ്ലൈ എന്ന് പറയുന്ന ബ്ലഡ് സർക്കുലേഷൻ, പമ്പിങ് കുറയുന്ന സമയത്ത്, വോൾട്ടേജ് കുറയുന്ന സമയത്ത് നമ്മുടെ മറ്റ് ഭാഗങ്ങളിലേക്കുള്ള പവർ സപ്ലൈ കുറയാൻ തുടങ്ങും. ഒരു ഇമോഷൻസിലൂടെയാണ് ഇത് പോകുന്നത് എന്ന് ചിന്തിക്കണം. നമ്മളെ ചിന്തയിലൂടെ കടന്നു പോകുന്ന ഒരു പിക്ചർ മനസ്സിലേക്ക് വരുന്ന സമയത്ത്, അല്ലെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അതിന് നമ്മൾ കൊടുക്കുന്ന ഇമോഷൻസിലൂടെയാണ് ഈ ഒരു ബ്രീത്തിങ് മാറുന്നതും ആ ബ്രീത്തിങ്ങിന്റെ സ്റ്റൈല് മാറുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക്, ബ്ലഡ് സർക്കുലേഷനിലേക്ക്, നമ്മുടെ ഡൈജഷൻ ഏരിയയിലേക്ക്, നമ്മുടെ മറ്റ് പല കാര്യങ്ങളിലേക്കും ഈ ഒരു സർക്കുലേഷൻ കുറയാൻ തുടങ്ങുമ്പോൾ അവിടെ നമ്മുടെ ശരീരം തളരാൻ തുടങ്ങും. മനസ്സ് തളർന്ന ആ ഒരു വ്യക്തിക്ക് ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ശരീരം ഒരിക്കലും നിലനിർത്താൻ കഴിയില്ല. അപ്പോ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, ആ ഒരു ശ്വാസം എന്ന് പറയുന്നതിനെ പോലും ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശ്വാസത്തിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ശ്വാസത്തിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ പറഞ്ഞ ചിന്തകൾ എന്ന് പറയുന്ന ആ ഒരു എനർജിയെ നമുക്ക് ഒരു ബാലൻസിങ്ങിലേക്ക്, ആ ഒരു ബോധം എന്ന് പറയുന്ന ലെവലിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും.
ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ബോധത്തിനെ നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റും. അവിടെയാണ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക. ഞാൻ എന്തിന് ഈ ഒരു കാര്യത്തിനെ ഓർത്ത് സങ്കടപ്പെടണം? ആ സിറ്റുവേഷൻ കഴിഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ ഞാനിപ്പോ ആ ഒരു ഫീലിംഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മൈൻഡ് ആ ഒരു ബാലൻസിങ്ങിൽ എത്തണം. വേണ്ടേ? അപ്പൊ ഇത്രയും കണക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശ്വാസവും ശരീരവും നമ്മുടെ ഇമോഷൻസും ഇതെല്ലാം ഒരു ചെയിൻ ശൃംഖലയാണ്. എല്ലാം ഒരു പൈപ്പ് ലൈനാണ്. അപ്പൊ അത് കണക്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളിലേക്ക് എത്തുന്നത് നമുക്ക് അറിയില്ല ഇതുവരെ, അല്ലെ? നമ്മൾ ആ ഒരു വിഷയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മൾ മറ്റു പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു, നമ്മുടെ ശരീരത്തിന്റെ കഴിവ് എന്തൊക്കെയാണ്, നമ്മളെ ബോഡിയുടെ ഉള്ളിലുള്ള പല ഫങ്ഷൻസുകൾ, നമ്മളെ മൈൻഡ്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ സമയം കണ്ടെത്തിയിട്ടില്ല. ഇത് കണ്ടെത്താതെ, അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷൻ തിരിച്ചറിയാതെ ഈ ഒരു മെഷീൻ എങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാം? ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഞ്ചിനീയറിംഗ് വർക്കുള്ള ഈ ഒരു മെഷീൻ അത് കൃത്യമായിട്ട് കൃത്യലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ആദ്യം പഠിക്കണ്ടേ? നമുക്ക് അറിയാത്തൊരു വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുമോ? അല്ലെ അറിയാത്തൊരു മെഷീൻ, വലിയൊരു സിസ്റ്റം ഉള്ള ഒരു മെഷീൻ നിങ്ങളെ കൊണ്ടുതരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാക്ടറിയിൽ ജോലി കിട്ടുകയാണെന്ന് വിചാരിക്കാം. ആ ഫാക്ടറിയിൽ നിങ്ങൾ ജോലി കിട്ടി ഫസ്റ്റ് ദിവസം തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ ഫങ്ഷൻസ് തിരിച്ചറിയണ്ടേ? എവിടുന്ന് എന്ത് ഇതാവുന്നു, എന്താണ് അവിടെ സ്വീകരിക്കുന്നവരുടെ പണി എന്താണ്, അവരടുത്ത പ്രോസസ്സിങ് എന്താണ്? അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നമ്മൾ കൊടുക്കുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായി കഴിഞ്ഞാലും, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളായി കഴിഞ്ഞാലും, നമ്മൾ പറയുന്ന വാക്കുകളായി കഴിഞ്ഞാലും, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളായി കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ളതേ നമ്മൾ ചെയ്യുള്ളൂ. അതിനെന്താണോ നല്ലത് അതേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ അനുഭവങ്ങളെയും മുന്നോട്ടുള്ള ജീവിതത്തിനെയും മാറ്റാൻ കഴിവുള്ളത് എന്നുള്ളതാണ്. നമ്മൾ പലരും തെരഞ്ഞു നടക്കുന്നുണ്ട് പല സ്ഥലത്തും, അല്ലെ? പക്ഷെ അത് കാണാതെ പോകുന്നത് നമ്മൾ അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല, അതാണ്. നമ്മൾ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അത് അനുഭവിക്കാൻ നമ്മൾ അറിവാക്കി മാറ്റിയിട്ടില്ല. അനുഭവത്തിൽ നിന്ന് നമ്മൾ അറിവാക്കി മാറ്റിയിട്ടില്ല. അറിവിനെ നമ്മൾ അനുഭവിക്കാനും ശ്രമിച്ചിട്ടില്ല. പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. അതിൽ പല സംശയങ്ങൾ ഉണ്ടാവാം, തീർച്ചയായിട്ടും ചോദിക്കാം. ഈ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കി ജീവിക്കുന്നതും, നമ്മളെ ഫങ്ഷൻസുകൾ മനസ്സിലാക്കാതെ, നമ്മളെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ അത് മാത്രമായിട്ട് ജീവിക്കുന്നതും തമ്മിൽ ഉള്ള വ്യത്യാസം ഒരാളെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടാവും എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു വിഷയം വളരെ വലിയൊരു സബ്ജക്റ്റ് ആണ്. മെഡിറ്റേഷനിൽ നമ്മളൊരു ഏരിയ കൃത്യമായിട്ട് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിനെ വളരെ ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വിഷയത്തെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്കൊരു തിരിച്ചറിവായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ തെരഞ്ഞു നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും, അല്ലെ? നമ്മൾ എല്ലാത്തിനെയും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയും പവർഫുൾ ആയിട്ട് സെർച്ച് ചെയ്യുന്ന എൻജിനുള്ള നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ വർക്കിംഗ് സ്റ്റൈൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും.
അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. ഈ എനർജികളൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ, ഇതിപ്പം ചെറിയൊരു അറിവാണ്, നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കാം, ചിലർക്ക് അറിയാത്തതായിരിക്കാം. ചെറിയൊരു അറിവാണ്. ആ അറിവിനെ നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിച്ച് വെക്കുക അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് സമയം എടുക്കുക എന്നുള്ളതാണ്. ചിന്ത എന്ന് പറയുന്ന ആ ഒരു എനർജി, അതാണ് ഓരോ ആശയങ്ങളായിട്ട് നമുക്ക് രൂപം തരുന്നതും നമുക്ക് മുന്നോട്ടുള്ള ലൈഫിന് കൃത്യമായിട്ടുള്ള പിക്ചർ തരുന്നതും നമ്മുടെ ചിന്തയാണ്. അല്ലെ? ചിന്തയിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ചിന്തയിൽ വരുന്ന ആശയങ്ങൾക്കനുസരിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ആ എന്താശയാണോ മനസ്സിലേക്ക് വരുന്നത് അതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന നമ്മുടെ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ലൈഫ്, അത് നമ്മൾ തന്നെ ചിന്തിച്ച്, നമ്മൾ തന്നെ ആശയം രൂപീകരിച്ച്, നമ്മൾ തന്നെ അതിന് ഫീലിങ്സ് കൊടുത്ത്, നമ്മൾ തന്നെ അട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. മറ്റാരും കൊണ്ട് തരുന്നതല്ല. നിങ്ങൾ ഓരോരുത്തരും അത് നമ്മൾ തന്നെ എടുക്കുന്നതാണത്. അത് പ്രപഞ്ചം എന്താണെന്നും അല്ലെങ്കിൽ മനുഷ്യൻ എന്താണെന്നും അല്ലെങ്കിൽ ഭൂമി എന്താണെന്നും ഭൂമിയിലെ സർവചരാചരങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നുണ്ടാവുന്ന കൃത്യമായിട്ടുള്ള അറിവായിരിക്കും അത്. നമ്മൾ പഠിച്ചു വെച്ച, നമ്മൾ മനസ്സിലാക്കി വെച്ച നമ്മളെ കുറെ വിശ്വാസങ്ങളുണ്ട്, അല്ലെ? വിശ്വാസങ്ങൾക്കുള്ളിൽ നിന്ന് നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും നമുക്ക് അതിനപ്പുറത്തുള്ള എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയില്ല. വിശ്വാസങ്ങൾ തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. വിശ്വാസങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളില് നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കൊരാൾ ടോർച്ച് അടിച്ച് തന്നു കഴിഞ്ഞാൽ ആ ടോർച്ചിന്റെ വെളിച്ചത്തിലുള്ള ആ ഒരു ഏരിയ ആണ് നമ്മൾ അറിവ്. അതിനപ്പുറത്ത് ഈ പ്രപഞ്ചമുണ്ട്. അതിനപ്പുറത്ത് എന്ന് പറയുമ്പോൾ കോടാനുകോടി ഗാലക്സി, നക്ഷത്ര കൂട്ടങ്ങൾ ഉള്ള ഒരു നക്ഷത്ര സമൂഹമാണ് നമ്മുടെ നക്ഷത്ര സമൂഹത്തിന്റെ പേരറിയോ? നമ്മൾ ഈ ഭൂമിയുള്ള നക്ഷത്ര സമൂഹത്തിന്റെ ഭൂമി അടക്കം അല്ലെങ്കിൽ സൂര്യൻ അടക്കമുള്ള നക്ഷത്ര സമൂഹം, അതിനാണ്. ഓക്കെ, ആരാ പറഞ്ഞ? റീത. ഓക്കെ, താങ്ക് യു റീത. അതെ, മിൽക്കി വേ. മിൽക്കി വേ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹത്തിലാണ് നമ്മളുള്ളത്. കോടാനുകോടി നക്ഷത്രങ്ങൾ, അതിലെ ഒരു നക്ഷത്രമായിട്ടുള്ള സൂര്യൻ, ആ സൂര്യന് ചുറ്റും കറങ്ങി നടക്കുന്ന, അതിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ കറങ്ങുന്ന 8 ഗ്രഹങ്ങളില്, ശ്രദ്ധിക്കണം, കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഒരു നക്ഷത്ര സമൂഹം. ആ നക്ഷത്ര സമൂഹത്തിലെ ഒരു നക്ഷത്രമായിട്ടുള്ള സൂര്യൻ, ആ സൂര്യന് ചുറ്റും കറങ്ങുന്ന 8 ഗ്രഹങ്ങൾ, 8 ഗ്രഹങ്ങളിലെ 3ാമത്തെ ഗ്രഹമായിട്ടുള്ള ഭൂമി, ആ ഭൂമിയിലെ ഒരുപാട് ജീവജാലങ്ങളുള്ള ആ ഒരു ഭൂമിയിലെ ഒരു ജീവിയാണ് മനുഷ്യൻ. കോടാനുകോടി ജീവജാലങ്ങളുണ്ട് ആ ഒരു ഗ്രഹത്തില്. അതിലെ ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ, മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ജീവിയുടെ മനസ്സ്, ആ മനസ്സിലൂടെ കടന്നു പോകുന്ന
അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു എനർജി ആയിട്ടുള്ള ചിന്ത എന്ന് പറയുന്ന എനർജി, ആ ചിന്തയിൽ നിന്നുണ്ടാവുന്ന ആശയങ്ങളുടെ സമൂഹം, ആശയങ്ങളുടെ കൂട്ടം, ഒരു കൂട്ടം ആശയങ്ങൾ രൂപീകരിച്ച് അതിൽ നിന്നുണ്ടായതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ സംവിധാനങ്ങളും. നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്നുമില്ലാത്ത ഒരു ഭൂമിയിൽ ജീവജാലങ്ങളും മനുഷ്യനും മാത്രമുള്ള കോടിക്കണക്കിന് വർഷം മുമ്പുള്ള ഒരു ഭൂമിയെ ഈ രൂപത്തിലാക്കിയെടുത്തത് മനുഷ്യന്റെ ചിന്തയിലൂടെ കടന്നുപോയ ആശയങ്ങളാണ്, അല്ലേ? ഓരോ ആശയങ്ങളിലൂടെയാണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നത്. മൃഗങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, മറ്റ് ജീവികളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യനാണ് മനുഷ്യന്റെ ചിന്തയെ ഉപയോഗിച്ച് അവന്റെ ആശയങ്ങൾ രൂപീകരിച്ച് ആ ആശയങ്ങളിലൂടെയാണ് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന നമ്മുടെ കൺമുമ്പിൽ, ഇപ്പൊ നിങ്ങൾ എൻ്റെ മുമ്പിൽ, നിങ്ങൾ ഇത്രയും 3000 കിലോമീറ്റർ അപ്പുറം നിന്ന് നിങ്ങൾ എന്നെ കാണുന്നതും മനുഷ്യന്റെ ചിന്തയിലൂടെ പോയ ആശയത്തിന്റെ രൂപീകരണമാണ്. അപ്പോൾ ചിന്ത എന്ന് പറയുന്ന ഒരു എനർജിയുടെ പവർ എത്രമാത്രം വലുതാണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ആ ചിന്തയെ കൃത്യമായിട്ട് ഉപയോഗിച്ച ആളുകൾ, അല്ലേ? ആ ഒരു എനർജി അവിടെയാണ് നമ്മൾ, ഈ ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഗാലക്സി മാത്രമാണ്, കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഗാലക്സി, സ്പൈറൽ വേ, ആ ഒരു ഗാലക്സി. അതേപോലെ കോടിക്കണക്കിന് ഗാലക്സികൾ, അതേപോലത്തെ നക്ഷത്ര സമൂഹങ്ങളുള്ള ഗാലക്സിയെ, അതേപോലെ കോടിക്കണക്കിനുള്ള ഗാലക്സി സമൂഹങ്ങളാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിവേഴ്സിൽ തന്നെയാണ് അതിന്റെ ഒരംശമാണ്, ഊർജത്തിന്റെ ഒരംശം തന്നെയാണ് നമ്മൾ, അല്ലേ? നമ്മൾ പുറത്തുള്ള ആളുകളല്ല, അതിന്റെ ഭാഗം തന്നെയാണ്. ആ ഒരു ഊർജം തന്നെയാണ് നമ്മളിലുള്ളത്. ഊർജത്തിന്റെ രൂപ മാറ്റങ്ങളാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ സംവിധാനങ്ങളും. നമ്മള് ചിന്തകളെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആ രീതിയിലേക്ക് ഓരോന്നിനെ കാണാൻ കഴിയും, അല്ലേ? ചിന്തകളെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ ചിന്തകളെ നമ്മൾ ഉപയോഗിച്ചത് എന്തിനാണെന്നൊന്ന് നോക്കിയേ, അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചിന്തകളെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. നമ്മൾ പല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും ഡെയിലി, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത്? ഇപ്പൊ ചിന്തകളെ നമ്മൾ ഉപയോഗിച്ചതൊക്കെ നമ്മൾ ഇമോഷൻസിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലേ? അതിനെ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട്, അതിനെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്, നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്നും കൂടി ക്ലാരിറ്റി ഇരുന്ന് നല്ല അവസ്ഥയിൽ ഇരുന്നിട്ട് നമ്മൾ അങ്ങനെ കണ്ട് ആസ്വദിച്ച് വേദനിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് നെഞ്ചത്തടിച്ച് വഴക്കുണ്ടാക്കി ആ ഇമോഷൻസ് തരുന്ന ഫീലിങ്സ് നമ്മൾ ഇങ്ങനെ പ്രകടിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറം മാറി നിന്നിട്ട് ഞാൻ വെറും ഒരു ഇമോഷൻ അല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളെ ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തണം. ആ ഒരു ബോധത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം. ആ തിരയടിക്കുന്ന മനസ്സിനെ ശാന്തമാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബോധത്തിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും.
ആ ഫോക്കസ് ചെയ്യാൻ മനുഷ്യന് പ്രകൃതി തന്നിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ശ്വാസത്തിനെ ബാലൻസ് ചെയ്യുക എന്നുള്ള കാര്യം. ഈ പ്രപഞ്ചത്തിന് ഓരോ കാര്യത്തിനും കൃത്യമായിട്ടുള്ള താളമുണ്ട്, അല്ലെ? സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഉദിക്കുന്നതും ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നതും ഈ പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുന്നതും ഓരോന്നിനും കൃത്യമായിട്ടുള്ള താളമുണ്ട്. അതേപോലെ നമ്മൾ എടുത്തുന്ന പുറത്തേക്ക് വിടുന്ന ആ ഒരു ശ്വാസത്തിനും താളമുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ഒരു ബാലൻസിങ് ഉണ്ട്. അത് നമ്മുടെ പല ഇമോഷൻസ് കൊണ്ടും സ്റ്റെക്കായി പോകുമ്പോഴാണ് നമുക്ക് അവിടെ പല പ്രോബ്ലംസുകളും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു ശ്വാസത്തിന്റെ താളത്തിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമോഷൻസിനെ ഓവർകം ചെയ്യാനും നമ്മളെ ബോധത്തിലേക്ക് തിരിച്ചു വരാനും ആ ബോധത്തിലൂടെ കൃത്യമായിട്ടുള്ള ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് കാണാനും പറ്റണമെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തിനെ നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഡെയിലി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഡെയിലി ഒരു 5-10 മിനിറ്റ് നമ്മളെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കൂടുതൽ എടുക്കുകയും കുറച്ചെടുക്കുകയും ഒന്നും വേണ്ട. നമ്മൾ എടുക്കുന്ന ആ ഒരു ശ്വാസം ശരീരത്തിലേക്ക് കടക്കുന്നതും നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നിറയുന്നതും അത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫങ്ഷൻസിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റിയാൽ മതി. അത് എനർജി ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയാൽ മതി. ആ ഒരു ഇമാജിനേഷൻ കൊടുത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ പല ഇമോഷൻസുകളും നമുക്ക് ചേഞ്ചായി വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം അതാണ്. ഒരു 10 മിനിറ്റ് ദിവസവും നമുക്ക് വേണ്ടി മാറ്റി വെക്കാം. അതേപോലെ തന്നെ ദിവസവും ഒരു 5 സന്തോഷമുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ദിവസവും നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് അന്ന് നമുക്ക് കിട്ടിയ സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. സന്തോഷമുള്ള കാര്യത്തിനെ നമ്മൾ ഓർത്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഫീലിങ്സ് മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷമാണ് ഫീലിങ്സ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിൽ ഒരു കാര്യം നമ്മൾക്കൊരു ചെയ്യാൻ തോന്നുന്ന സമയത്ത് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും സന്തോഷത്തിലൂടെ ആണെങ്കിൽ നമുക്കത് എനർജിയോടുകൂടെ മുന്നോട്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളെ സങ്കടത്തിലാണ് നമ്മുടെ മനസ്സെപ്പോഴും ഉള്ളെങ്കിൽ നമുക്കൊരു ചിന്ത വരുമ്പോഴും അത് സങ്കടത്തിലൂടെ തന്നെ കടന്നു വരാം. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷത്തിനെ നമ്മളൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ദിവസവും നമുക്ക് കിട്ടുന്ന ഒരുപാട് സന്തോഷങ്ങളുണ്ട്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഒരു മഴ പെയ്യുമ്പം ഒരു കൊട കിട്ടിയത്, അല്ലെങ്കിൽ ഒരു മഴ പെയ്യുമ്പം നമുക്ക് ഓടിക്കയറാൻ ഒരു കട കിട്ടിയത്, അതൊരു സന്തോഷമായിട്ട് നമുക്ക് കാണാൻ കഴിയണം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയത്, നമ്മൾ ആഗ്രഹിച്ച ഡ്രസ്സ് ഇട്ട് നടക്കാൻ കഴിയുന്നത്, അല്ലേ? സന്തോഷമില്ലാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അപ്പൊ ഞാനൊരു കഥ പറയാം. കഥയല്ല, സന്തോഷമില്ല എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ ഒരു 200 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ 200 വർഷം പിറകോട്ട് സമയമായോ നമ്മളെ? 5 മിനിറ്റ് കൂടി, 5 മിനിറ്റ് കൂടി ഉണ്ടാവില്ല അല്ലെ? 200 വർഷം പുറകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പല രാജാക്കന്മാർക്കും കിട്ടാത്ത സുഖങ്ങളാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? രാജാക്കന്മാർക്ക് കിട്ടാത്ത സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ ഒരു 200 വർഷം പിറകോട്ട് പോയി കഴിഞ്ഞാൽ. AC, ഫാന്, അല്ലെ?
എന്തൊക്കെ സംവിധാനങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പോ ആ രാജാക്കന്മാർക്ക് കിട്ടാത്ത സൗകര്യങ്ങൾ പോലും അന്ന് മറ്റേ കുതിരവണ്ടിയിൽ പോയ രാജാവായിരിക്കും ഏറ്റവും വലിയ രാജ്യം ഭരിച്ച രാജാവ്. പക്ഷെ നമ്മൾ ഇന്ന് പോകുന്നത് ഇതിലാണ്. ഇന്ന് നമ്മുടെ ലോകം നമ്മുടെ കൈക്കുള്ളിൽ നമ്മളെ മൊബൈലിൽ എത്തിച്ചു തന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ എഴുതിയിട്ട് ചുരുട്ടിയിട്ട് വിടണം. അവർക്കില്ലാത്ത സംവിധാനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇന്നത്തെ കാലത്ത് ആ രാജാവ് ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, നിങ്ങളോട് എന്തായിരിക്കും പറയാന്ന്. അപ്പൊ അത്രയും സുഖ സൗകര്യങ്ങൾ ഉണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് അതിലേക്ക് നോക്കാനുള്ള സമയമല്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. നമുക്ക് കിട്ടാതെ പോയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്, അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ ഈ ഫോക്കസിങ് മൈൻഡും നമ്മുടെ സന്തോഷമൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും ഇതിൽ വന്ന ഓരോരുത്തരും എൻ്റെ കൂട്ടുകാരാണ്, നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട്, നമ്മളെ ഫ്രണ്ട്സുകളുണ്ട്. അപ്പോ നമ്മൾ ഒരു 5 സന്തോഷം തന്നെങ്കിലും ഒരു ദിവസം നമ്മൾ ഫീൽ ചെയ്ത് ഓർത്തിട്ട് എഴുതിന് ശേഷം കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 5 മിനിറ്റ് നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ബോധത്തിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കാണാം. ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾ ചെലവാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ ഒരു 10 മിനിറ്റ് ആയിരിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് മാറ്റം വന്നിട്ടുള്ള ഒരു ചേഞ്ചിന് കാരണമായിട്ടുള്ള ഒരു 10 മിനിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും സമയം അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കാം ട്ടോ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവർക്കും നന്ദി. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു ഇരുന്നു, എല്ലാരും അത് കേട്ടു മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, എല്ലാവരും ജോയിൻ ചെയ്യാം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.